മണി നീ എന്തോന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ടി ഇങ്ങോട്ട് പറയട്ടെ. രവിയേട്ടൻ ഒന്നും മിണ്ടായിരിക്കോ? രവിയേട്ടൻ എന്നോട് ഇത്രയെങ്കിലും സ്നേഹമുണ്ടോ? പിന്നെ എനിക്ക് നിന്നോട് സ്നേഹമില്ലേ? എന്തോന്ന് ഇങ്ങനെയൊക്കെ പറയണത്? നീ പറയട്ടെ. രവിയേട്ടൻ അറിയാലോ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കലാതിലകമൊക്കെ ആയിരുന്നു എന്നുള്ള കാര്യം. പിന്നെ അന്ന് സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് പാർവതി വന്ന സമയത്തെ പാർവതിയോട് ഞാനാണ് ഡാൻസ് കളിച്ചത്. അറിയോ? സിനിമ നടി പാർവതി. നീ ഡാൻസ് കളിച്ചാ? പാർവതിയുടെ കൂടെ. ഇതാണ് പാർവതി മാത്രം സ്റ്റേജിൽ. അതെ, ഇത് ലേറ്റസ്റ്റ് എഡിഷൻ ആണല്ലോ. ഇതുവരെ കേട്ടില്ല ഇങ്ങനത്തെ കഥയൊന്നും. എന്തൊക്കെ പറഞ്ഞാൽ ആരും മനസ്സിലാക്കൂല. നീ വിഷമിക്കാതെ. അമ്മയ്ക്ക് ഇപ്പൊ എന്താണ് വേണ്ടത്? ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. അമ്മയ്ക്ക് ആഴ്ചയില് എത്ര ദിവസം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും? പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ 7 ദിവസം ചെയ്യണം എന്നാണ്. പോട്ടെ, 7 ദിവസം നടന്നില്ലെങ്കിൽ 5 ദിവസമെങ്കിലും മിനിമം വേണ്ടി വരും. നല്ല കാര്യം. ചെയ്യാലോ. 5 ദിവസം പ്രാക്ടീസ് ചെയ്യണം അമ്മയ്ക്ക്, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ അമ്മ രാവിലെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കോ. രാവിലത്തെ ജോലി ഞങ്ങൾ എല്ലാരും കൂടി ചെയ്തോളാം. ഞങ്ങളെന്ന് പറയുമ്പോ ഇവര് രണ്ടുപേരും ചെയ്യും, പക്ഷെ ഞങ്ങളുടെ തുടങ്ങും. നിന്നെ ഞാൻ ഉറക്കാം. പിന്നെ റിങ്കി മോള് പറഞ്ഞാലും ശരി, ഞങ്ങൾ ചെയ്തോളാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ ഉണ്ടായിക്കോളാം. ശരിക്കും? ശരി. പിന്നെ എനിക്ക് അത്ര ഉറപ്പൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾ ചെയ്തോളാം. നിനക്ക് അപ്പൊ സമയം കിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ട്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പ്രാക്ടീസ് ഐശ്വര്യമായിട്ട് തുടങ്ങട്ടാ. തുടങ്ങിക്കോ. അമ്മ ഒന്നും കൂടെ ആലോചിച്ചിട്ട് മതി, പിഞ്ചു കൊണ്ട് പണിയെടുക്കേണ്ടി വരും. മിണ്ടായിരിയോടെ എന്തിനും കയറി നിരുത്സാഹപ്പെടുത്തലേ. അമ്മ ഐശ്വര്യോടെ തുടങ്ങിക്കോ. നീ തുടങ്ങി, ഞങ്ങളുണ്ട് കൂടെ. ചെയ്യല്ലേ? പിന്നെ ശരാ, എന്നാ പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാന്നെ. പിന്നല്ലാതെ. അമ്മ പ്രാക്ടീസ് തുടങ്ങുമ്പോഴേ 2 ദിവസം കഴിയുമ്പോ നല്ല പെയിൻ ആയിരിക്കും, അതും പറഞ്ഞിട്ട് നിർത്തരുത്. എടി എനിക്ക് അതാണ് പേടിയേ. പണ്ടത്തെ പോലെ അല്ലല്ലോ, നമ്മള് ഇത്രയും മണ്ണും വെയിറ്റൊക്കെ ഉള്ളതല്ലേ. എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് റിക്കവർ ആവാൻ സമയം എടുക്കും. ഒന്നും പറ്റയൊന്നുമില്ല മാം, മസിലെല്ലാം കൂടി സ്റ്റിഫ് ആയിട്ട് ഇരിക്കും, അതാണ് പ്രശ്നം. അത് സ്ട്രെച്ചിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് മാറാന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിലേ കൈയും കാലും നടുവും ഒക്കെ വേദനയാണ്. ഇനി ഇതും കൂടെ വന്നിട്ട് ആഗ്രഹമൊക്കെയാണ്, എന്നാലും പേടി. ചൂട് വെള്ളത്തിൽ കുളിച്ചാൽ മതി, എല്ലാം ശരിയാവും. അമ്മ ഇത് ചെയ്തിട്ട് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും അത് ചെയ്യുമ്പോഴത്തേക്കും ഡബിൾ പെയിൻ ആവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചെയ്യാം, ഹെൽപ്പ് ചെയ്യണേ നിങ്ങൾ. പിന്നെ ഹെൽപ്പ് ചെയ്യാത്തുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള കത്തി എടുത്ത് വേറെ കാര്യങ്ങൾക്ക് എടുത്തോണ്ട് പോലും. എന്താണ് മുറിച്ചില്ലാണ്ടാവണം? ഒട്ടുമില്ല. പറഞ്ഞാ എങ്ങനെ? പച്ചക്കറി മുറിക്കാനുള്ള കത്തി എടുത്തോണ്ട് വേറെ നില്ല. മണിക്കുട്ടി, എവിടെ പോയി നേരം പറയാതെ? ഞാൻ ഇവിടെ ഈ രമേശന്റെ കട വരെ പോയി. പറഞ്ഞിട്ട് പൊക്കൂടായിരുന്നു. അതിനെന്തോ അടുത്തല്ലേ. പിന്നെ നിനക്കൊരു സർപ്രൈസ് തരാന്ന് വിചാരിച്ചു. സർപ്രൈസാ? നീ കൈ നീട്ട്. കണ്ണടക്കി. എടി കണ്ണടച്ച് കൈ കൊണ്ട് നീട്ട്. എന്തോന്ന് കൊച്ചു പിള്ളാരെ പോലെ. കൈ നീട്ട്. നീ ഇവിടെ കാര്യം ഈ ചൂല കൊണ്ട് മാറ്റി. കണ്ണടക്കി. കണ്ണുറക്കല്ല്. മുട്ടായിയാ? നീ നോക്ക്, തുറന്ന് നോക്കടി. കിലുങ്ങും, നീ നോക്ക്. നോക്ക്. ഞാനേ ഇത് നമ്മുടെ രമേശന്റെ കട ഇരിക്കുന്ന കാണുമ്പോൾ എപ്പോഴും ആലോചിക്കും ഇത് നിനക്ക് വാങ്ങിച്ചു തരണമെന്ന്. പക്ഷേ നീ ഡാൻസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. പക്ഷെ ഇപ്പൊ നീ പ്രാക്ടീസ് ചെയ്യാന്ന് വിചാരിച്ചപ്പം ഞാൻ വിചാരിച്ചെന്നാ നിനക്ക് വാങ്ങിത്തരാം. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് അടുത്ത വർഷത്തെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവത്തിന് നിന്റെ പ്രോഗ്രാം വെക്കണം, ഡാൻസ് പ്രോഗ്രാം. എന്നെ കൊണ്ട് പറ്റുമോ? ഇനി പറ്റുമോ എന്നാ? പിന്നെ നിന്നെ കൊണ്ട് പറ്റാത്തത് നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. ഒരു മടിയും വേണ്ട. പണ്ട് നീ കളിച്ചിരുന്ന പോലെ തീർച്ചയായിട്ടും ആ കലാതലം ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ. എന്റെ പഴയ ചിലങ്ക കേടായിപ്പോയി, മുത്തുകളൊക്കെ പൊഴിഞ്ഞുപോയി. ഒരു ചിലങ്ക ഇല്ലായിരുന്നു എനിക്ക്. താങ്ക് യു. എനിക്കറിയാമല്ലോ. താങ്ക് യു. നിങ്ങളൊക്കെ ഇത് ചെയ്തു തന്നിരുന്നെങ്കിൽ അമ്മയ്ക്ക് എത്ര സമാധാനം ഉണ്ടായിരുന്നു. ചെയ്യൂലല്ലോ. അമ്മ പറയാത്തെന്ത്? പറഞ്ഞാലേ ചെയ്യുള്ളൂ. അറിഞ്ഞ് ചെയ്യണം എന്നല്ലേ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ ഒരുപാട് പ്രാവശ്യം. അറിഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഉപകാരവും. പറഞ്ഞു തരുന്നതിൽ എന്ത് മഹത്വമുള്ള? അതങ്ങനെ ശീലിച്ചു. ഇനി പറഞ്ഞില്ല.
അതെ അമ്മ ഉം. അമ്മ അമ്മ സോറി. എന്തിന്? നേരത്തെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അമ്മയെ കുറെ ഞാൻ നിരുത്സാഹപ്പെടുത്തില്ലേ, അമ്മ പോണ്ട ഒന്നും കൂടെ തീരുമാനിക്കുന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഞാൻ വെറുതെ പറയണം കേട്ടാ. എന്തേ നിനക്ക് കിടന്ന് ഉറങ്ങണം എന്നല്ലേ പറഞ്ഞേ? ഉറങ്ങണ്ടേ? എനിക്ക് ഇനി ഉറങ്ങണം, അത് ഞാൻ അവരെ പറ്റിച്ച് നൈസായിട്ട് ഉറങ്ങിക്കോളാം. അയ്യോ കേക്കല്ലേ, നൈസായിട്ട് ഉറങ്ങിക്കോളാം എൻ്റെ അടുത്താ കളി. അമ്മ ഓക്കെ അല്ലേ? തുടങ്ങിയല്ലേ അപ്പൊ ഡാൻസ് പ്രാക്ടീസ്? തുടങ്ങണം. കുഴപ്പമൊന്നുമില്ലല്ലോ, ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇത്ര വർഷത്തിന് ശേഷം വീണ്ടും തുടങ്ങുന്നതന്നെ. നല്ലോണം ഉണ്ട്. നല്ല ടെൻഷൻ ഉണ്ടോ? എന്തിനമ്മ ടെൻഷൻ അടിക്കണേ? അമ്മയ്ക്ക് ബേസിക്സ് ഒക്കെ എന്തായാലും നന്നായിട്ട് അറിയാം, കാരണം കുറെ വർഷം അമ്മ ഡാൻസ് പഠിച്ചല്ലേ. അമ്മ ഈ യൂട്യൂബ് എടുത്തതിന് ശേഷം ഒരുപാട് ബേസിക്സ് കാര്യങ്ങളും സ്റ്റെപ്പും താളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഏതെങ്കിലും ഒരു മ്യൂസിക് എടുത്തതിന് ശേഷം അമ്മ സ്റ്റെപ്പ് ഇട്ട് നോക്കും. പറ്റില്ലെങ്കിൽ ഞാൻ സഹായിക്കാം. ഓക്കെ ആവുമായിരിക്കും അല്ലേ? പിന്നെ എന്തോന്ന് മണി വേദനിക്കണം, അതാണ് പ്രശ്നം. കൈയും കാലൊക്കെ വേദന വരുമോ എന്നുള്ളത് പേടി. അത് 2-3 പ്രാവശ്യം, ഒരു 2 ദിവസം കാണും വേദനയൊക്കെ, കുറച്ച് കഴിയുമ്പോ അങ്ങ് പൊക്കോളും. അത് തന്നെ റിങ്കിയും പറഞ്ഞത്.